കാർത്തൂനെ കുറിച്ച് വിജിതയുടെ കാഴ്ചപ്പാടെന്താ? അവളാണ് എല്ലാരെയും തമ്മിൽ തെറ്റിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അത് പറഞ്ഞതേ ഉള്ളൂ. അവൾ ഇവരുടെ കുടുംബത്തോട്ട് മരുമകളായി ചെന്ന ശേഷം ആ കുടുംബത്തിന്റെ അവസ്ഥയൊന്ന് നോക്ക്. അല്ലേ മോളെ? എന്താന്നറിയില്ല, അവളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാ. അല്ല, ഇവിടെ തന്നെ എന്നെയും കുഞ്ഞിനെക്കാളും ദീപേട്ടന്റെ പ്രിയം അവളെയാ. കാർത്തൂനെ എന്തെങ്കിലും പറഞ്ഞ കഴുത്ത് കണ്ടിക്കുന്ന ദീപേട്ടൻ പറഞ്ഞത്. എല്ലാവരെയും വശീകരിച്ചു വെച്ചിരിക്കുക അവള്. ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്ത് പോലും അവൾക്ക് പോയി. ഇപ്പൊ മാളുവിന് ഉണ്ണി കല്യാണം കഴിച്ചതോടെ ഞങ്ങളെന്ന് പറയുന്ന 2 ജന്മങ്ങൾ കുടുംബത്തുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. ഞങ്ങളെ അന്വേഷിക്കാറുമില്ല. മോനെ എന്തുവായി പറയുന്നേ? മതിലകം തറവാടും അതിന്റെ ചുറ്റുമുള്ള പറമ്പും കാർത്തൂന്റെയും കണ്ണന്റെയും പേരിൽ വാങ്ങിച്ചു കൊടുത്തത് മോന്റെ മുത്തശ്ശനല്ലയോ? കോടികളല്ലേ അതിനുവേണ്ടി പൊടിച്ചത്? ഇവിടെ ഒരാൾ അതെല്ലാം കാർത്തൂന് തന്നെ വെറുതെ കൊടുത്തു എന്ന് പറഞ്ഞതാ. ആരെങ്കിലും അങ്ങനെ പറയുമോ മോനെ? അങ്ങനെ പറയിക്കാൻ വേണ്ടി മനസ്സുണ്ടാക്കുന്നതേ അവളുടെ പ്രാർത്ഥനയിലൂടെ. ഇനി നമ്മളെല്ലാം തമ്മിൽ എപ്പോഴും കോണ്ടാക്ട് വേണം. ഇവിടെ നടക്കുന്നതൊക്കെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതെപ്പോ അറിയിച്ചെന്ന് ചോദിച്ചാ പോരെ? എന്നാ പിന്നെ കൂടുതൽ ഇരിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നത് ആരും അറിയണ്ട. പോവാനെന്തോട്ടാ? വാ. കുഴപ്പമായല്ലോ ഭഗവാനേ. ഈ അവതാരങ്ങൾ എപ്പെത്തി? ഇപ്പൊ ഇവര് വന്നേ ഉള്ളൂ ദീപേട്ട. ഇവരെ വീട്ടിൽ കയറ്റാൻ നിന്നോട് ആരാ പറഞ്ഞത്? അരുൺ സാറിന്റെ ചേട്ടനും ഭാര്യയല്ലേ മോനെ? ദേ, വന്നതൊക്കെ കൊള്ളാം. ഇനിയും പഴയതൊക്കെ ആവർത്തിക്കാനാണ് പരിപാടിയെങ്കിൽ രണ്ടാളും ജീവിതം ജീവിച്ച് തീർക്കത്തില്ല. ഞങ്ങൾ ഗൂഢാലോചന നടത്താൻ വന്നൊന്നുമല്ല. എന്റെ അമ്മയ്ക്കും അനിയനും ഞങ്ങളിപ്പോ വിശ്വാസമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങളൊന്ന് അന്വേഷിച്ചറിയാൻ വന്നതാ. അതിനിവിടെയാണോ വരുന്നത്? ഇങ്ങോട്ട് വരുന്നത് മോന് ഇഷ്ടമല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് പറഞ്ഞു വിടുകയായിരുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഈ വരവ് ഇതോടെ നിർത്തിക്കൊള്ളണം. നിങ്ങളിവിടെ വരുന്നതും പ്രത്യേകിച്ച് എന്റെ ഭാര്യയും അവളുടെ അമ്മയുമായിട്ട് നിങ്ങൾ അടുക്കുന്നതും എനിക്കിഷ്ടമല്ല. എന്നാ പിന്നെ ഞങ്ങൾ വരാതിരിക്കാൻ നോക്കാം ദീപ. നോക്കാമെന്നല്ല, വരരുത്. ശരി, വാ മഞ്ജു. അവര് വന്ന സ്ഥിതിക്ക് വിഷമിപ്പിച്ച് വിടണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, സൽക്കരിച്ചിട്ട് വിട്ടാ മതി. രണ്ടാളും കൂടി വിളിച്ചു വരുത്തതാണോ അവരെ? അയ്യോ അല്ല, അവര് മുന്നറിയിപ്പില്ലാതെ കയറി വന്നതാ. അതെ, ഇങ്ങോട്ട് കേറി വരുമ്പോ ഇനി ആട്ടിപ്പായിച്ച അരുൺ സാറിന്റെ ഏട്ടനും ഏട്ടത്തിയല്ലയോ? അതിന്റെ പേരിൽ ദീപൻ തട്ടിക്കേറുവോന്ന് ഞങ്ങൾ ഭയന്നു. അല്ലേ മോളെ? സുധാമണി, കൂടുതൽ സംസാരമൊന്നും വേണ്ട. നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവള് മതിലകത്ത് കിടന്ന് കഷ്ടപ്പെട്ടതാ. ആ സമയത്തൊന്നും ഇവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു. ദേ, ഇനി നിങ്ങളായിട്ട് മാറ്റിയെടുക്കാനൊന്നും നോക്കണ്ട. അങ്ങനെ ചെയ്താൽ ആദ്യം നിങ്ങൾ തീരും, പിന്നെ ദേ ഇവളും. വീടിനകത്ത് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിൽ നല്ലത് ജയിലിൽ പോയി കിടക്കുന്ന. തക്ക സമയത്ത് തന്നെ അവൻ വന്നല്ലോ. ദീപേട്ടനറിയാതെ അവരുമായിട്ട് നമുക്ക് അടുക്കണം. നമുക്ക് ഒരു പൊതുശത്രുവേ ഉള്ളൂ, ആർത്തു. അവളുടെ കഥ തീർക്കണം.
കണ്ണേട്ടാ ദാ. ആ വെള്ളപ്പൊക്കത്തിന് ശേഷം പല ഭാഗത്തുനിന്നുള്ള മണ്ണ് പറമ്പ് വന്ന് അടിഞ്ഞു. അവിടെ ഇപ്പം പഴയതുപോലൊന്നും നട്ടാൽ കുരുക്കുന്നില്ല. കുരുത്താലോ പഴയതുപോലോട്ട് കായ്ക്കുന്നുമില്ല. അന്നീ പറമ്പെല്ലാം കടല് പോലെയാ കിടന്നത് അല്ലേ കണ്ണേട്ടാ? ആ ഭഗവാന്റെ കൊട്ടാരം പോലും കടലെടുത്തില്ലേ. പിന്നെ നമ്മൾ മനുഷ്യരുടെ കാര്യം പറയണോ? എല്ലാം കടൽ വിഴുങ്ങും. അതിനുള്ള അവസരം നമ്മൾ മനുഷ്യരായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താടാ കണ്ണ, ഒരു വാർത്തയുണ്ട്. ദീപനിപ്പോൾ വിളിച്ചിരുന്നു. സുധാമണിയും വിജിതയും കാണാൻ അരുൺ സാറിന്റെ ഏട്ടനെ എടുത്തി വന്നെന്ന്. അവൻ താക്കീത് ചെയ്ത രണ്ടിനെയും വിട്ടെന്ന് പറഞ്ഞു. എങ്കിലും അവിടെ അവര് ധൈര്യത്തോടെ വന്ന് എന്തിനാണെന്ന് മനസ്സിലാവാത്തത്. എങ്കിൽ പുതിയ സഖ്യം എന്തെങ്കിലും ഉണ്ടാക്കി കാണും. ഇനി ഏതായാലും കാർത്തും മാളും ഒക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറയണം. കാർത്തുമാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നിന്റെ മാമി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാം മൂടി വെച്ചോണ്ട് നടക്കുകയാണെന്ന് നമ്മൾ സംശയിച്ചാണല്ലോ. അതിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങള് മഞ്ജുവിനെ അനന്തുവിനെ അവരെ അറിയിച്ചോന്നും പറയാൻ പറ്റില്ല. അത് കാർത്തു അരുണിന്റെ അപ്പച്ചിയുടെ മോളാണെന്നറിഞ്ഞ മഞ്ജു പിന്നെ ആദ്യം പോകുന്നത് ശരത് സാറിന്റെ അടുത്തോട്ടായിരിക്കും. എല്ലാം ഒന്ന് കെട്ടടങ്ങിയതാ. മാളുവിന്റെ ഉണ്ണിയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓണം ആഘോഷിക്കാൻ വീട് ഒരുങ്ങുക. ആ സമയത്ത് പുതിയ തന്ത്രങ്ങളുമായിട്ടായിരിക്കും അവർ രണ്ടൂടെ വന്നിരിക്കുന്നത്. ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവർ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? സ്വന്തം അച്ഛനെ ഉണ്ണി കൊന്നതിന്റെ പക വിജിതയുടെ മനസ്സിലുണ്ട്. കരുണമാമയുടെ മരണത്തിന് ശേഷം പലപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്ന വിജിതയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ണേട്ടാ. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് തിളയ്ക്കുന്നുണ്ടെന്ന് അപ്പ അവളെ കാണുന്ന ആർക്കും മനസ്സിലാവും. മാമിയും വിജയും കൂടി വീണ്ടും ആരെങ്കിലുമൊക്കെ കൊലയാളിയാക്കൂ പാപ്പാ. അതാ എന്റെയും പേടി. അതും ദീപനാണെങ്കിൽ നമ്മളെ പോലെ ഒന്നുമല്ല. ദേഷ്യം വന്ന രണ്ടിനെയും വെട്ടി അരിഞ്ഞിട്ട് ജയിലിലേക്ക് പോകും. ഏതായാലും നീ അവനെ കാണുമ്പോ ഒന്ന് ഉപദേശിച്ചേക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടെന്ന് പറയണം. ഏതായാലും മഞ്ജു അനന്തു അവിടെ വന്നത് അത്ര നല്ലതിനല്ല. അമ്മ പറയുന്നത് ചിലപ്പോഴൊക്കെ ശരിയാ. ഓന്തിന്റെ ജന്മ എന്റെ മാമിയും അവരുടെ മോളും ഒക്കെ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇനിയൊരു നിറം മാറ്റം ഉണ്ടായ അത് അപകടമാത്രേ. അവിടുത്തെ അത്രയൊന്നും ആഹാരം നന്നാവില്ല കേട്ടുമോനെ. അവിടുന്ന് കാർത്തു പറഞ്ഞതാ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നുവിടാന്ന്. ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞു. ഇതിനു മുൻപ് അവിടെ പോയിട്ട് വരുമ്പോഴൊക്കെ ഞാൻ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കറികൾ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു. അല്ല, ആ ഹോട്ടലൊക്കെ ഒന്ന് വിപുലപ്പെടുത്തണ്ടേ? ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറിയാ നന്നായിരിക്കുമല്ലോ. ഇപ്പൊ അവിടെ പശുക്കളും മറ്റുമായിട്ട് ഒരുപാട് ജോലിയുണ്ടല്ലോ. അതിന്റെ കൂടെ വലിയൊരു ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാൻ പാടാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പവിത്രയുടെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട്. എന്തൊരു സ്പീഡാണെന്നറിയോ. രാവിലെ വീട്ടിലേക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ കടയിലേക്ക് പോകുന്നത്. അതും അവിടേക്ക് വേണ്ട പലഹാരങ്ങളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ജോലി ചെയ്യുന്നതായിട്ട് പോലും നമ്മൾ അറിയില്ല. അതങ്ങനെ മോളെ, ചില അമ്മമാര് ജോലി ചെയ്യുമ്പോ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ടോ? അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴല്ലേ അതിന്റെ പാടറിയൂ. ഇനി സ്വന്തമായിട്ട് മോളും ചെയ്തു കൊടുക്കണം. തറവാട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിലേ എല്ലാം പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. ഏട്ടത്തി ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കാർത്തു അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാ ഉച്ചയ്ക്കുള്ള ചോറും കറിയും വരെ പെട്ടെന്നുണ്ടാക്കിയിട്ട് ഒരു പോക്കാണെന്ന്, അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞു. എന്നാ ഏട്ടത്തി അങ്ങനെ കാര്യമായിട്ട് കൂടെ പോവാൻ വിളിക്കത്തുമില്ല. അമ്മായി അങ്ങനെ പോകാറില്ലല്ലോ അമ്മേ. എന്നാലും നിർബന്ധിച്ചാലൊക്കെ പോകും. അതുകൊണ്ടാ അരുൺ സംശയിക്കുന്നത് കാർത്തു പോകുന്നത് അമ്പലത്തിലേക്കാണോ അതോ ജീവനെ കാണാനാണോ എന്ന്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ആ പേരൊന്ന് നിർത്തണേ.
കേട്ടോ ഉണ്ണി, ഇയാളുടെ കൂട്ടുകാരിയെ അയാൾ വഞ്ചിച്ചു. പക്ഷേ ഇയാളുടെ ഓരോരോ സംസാരവും പ്രവൃത്തിയും കണ്ടാല് ആ കൂട്ടുകാരി ഇയാളാണെന്ന് തോന്നും. ഓരോന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആർക്കും അങ്ങനെ തോന്നും.